എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയായി ജനാഭിമുഖ കുർബാനയെ പ്രഖ്യാപിക്കണമെന്ന് അൽമായ മുന്നേറ്റം. അംഗീകരിച്ചില്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിന്റെ പ്രതിഷേധം ശക്തമായിരിക്കുമെന്നും ഇടവകകളുടെ തീരുമാനപ്രകാരം പ്രത്യേക കുർബാനയായി ഏകീകൃത കുർബാന ചൊല്ലാൻ അനുവദിക്കുമെന്നും അൽമായ മുന്നേറ്റം പറയുന്നു. വിവരങ്ങൾ അർച്ചന തരും കൊച്ചിയിൽ നിന്ന്. അർച്ചന, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമ്മി, അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമെപ്പെട്ട് കഴിഞ്ഞ 19-ാം തീയതിയാണ് സിനഡ് യോഗം ചേർന്നത്. ഈ സിനഡ് യോഗത്തിൽ പ്രധാനമായും ഒരു സമവായ സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഒരു വിഭാഗം വിശ്വാസികൾ, അതായത് അൽമായ മുന്നേറ്റവും മുന്നോട്ട് വെക്കുന്നത്. അതായത് സമവായത്തിന് തയ്യാറാണ്, പക്ഷേ കുറച്ച് നിബന്ധനകളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രധാനമായും അവർ പറയുന്നത് ഈ ജനാഭിമുഖ കുർബാനയെ ഔദ്യോഗിക കുർബാനയായി അംഗീകരിക്കണമെന്നാണ് ഈ വിശ്വാസ സമൂഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ മാത്രം പ്രത്യേക കുർബാനയായി ഏകീകൃത കുർബാനയെ സ്വീകരിക്കാമെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ശക്തമായ തന്നെ ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവർ. പ്രധാനമായും അവരുടെ ആവശ്യം ഇതാണ്, അതായത് അങ്കമാലി അതിരൂപതയിലെ ഔദ്യോഗിക കുർബാനയായിട്ട് ഈ ജനാഭിമുഖ കുർബാനയെ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് ഇത്തരത്തിൽ പ്രതിഷേധവും അതുപോലെ സമവായത്തിനുള്ളൊരു സാധ്യതകളെല്ലാം തെളിഞ്ഞു വരുമെന്നാണ് പ്രധാനമായും ഈ വിഭാഗം പറയുന്നത്. അതേസമയം സിനഡിലെ തീരുമാനമാകട്ടെ ഈ ഞായറാഴ്ചകളിൽ നടക്കുന്ന 2 കുർബാനകളിൽ ഒന്ന് ജനാഭിമുഖ കുർബാനയും ഒന്ന് ഏകീകരിച്ച കുർബാനയും നടപ്പാക്കാനാണ് നിലവിലെ നമുക്ക് ഔദ്യോഗികമല്ലാതെ ലഭിക്കുന്ന വിവരത്തിൽ പ്രധാനമായും വ്യക്തമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അതേസമയം വത്തിക്കാൻ്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമേ എന്തായാലും സിനഡിൻ്റെ ഈ ഒരു തീരുമാനത്തിന് അംഗീകാരം ലഭിക്കൂ. അതുകൊണ്ട് തന്നെ സിനഡിൻ്റെ തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തീരുമാനത്തിനായി അംഗീകാരത്തിനായി സിനഡ് നിർദ്ദേശത്തിനായി വത്തിക്കാനിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് ലഭിച്ചാൽ മാത്രമായിരിക്കും ഇത്തരമൊരു, അതായത് ഞായറാഴ്ചകളിൽ ഒന്ന് ജനാഭിമുഖ കുർബാനയും ഒന്ന് ഏകീകൃത കുർബാനയുമായി നടപ്പാക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരൂ. നിലവിൽ ഇത്തരത്തിലൊരു സമവായ സാധ്യതകളാണ് എന്തായാലും അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഏകീകൃത കുർബാന തങ്ങൾ പ്രത്യേക കുർബാനയായി അംഗീകരിക്കാമെന്നും എന്നാൽ ജനാഭിമുഖ കുർബാനയെ ഔദ്യോഗിക കുർബാനയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോവുകയുള്ളെന്നാണ് ഈ വിമത വിഭാഗം പറയുന്നത്. അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് ഏകീകൃത കുർബാന സംബന്ധിച്ച തർക്കങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്.